എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും ഇനി ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഫിഷ് മോളിയാണ്. ഒരുപാട് വില കൊടുത്തല്ല നമ്മൾ ഈ മീൻ വാങ്ങിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടില് സുലഭമായി കിട്ടുന്ന മത്തി വെച്ചിട്ട് ഇതുപോലൊരു രുചി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു കറി നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടവിഭവമായ ഈ ഒരു റെസിപ്പി ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ തയ്യാറാക്കി കഴിപ്പിക്കാനും ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിരിക്കും. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിലയേറിയ മീനൊന്നും ആവശ്യമില്ല. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും നാട്ടിൽ സുലഭമായി കിട്ടുന്ന മത്തി വെച്ചിട്ട് ഇതുപോലൊരു എളുപ്പക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഫിഷ് മോള് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 14 ചാളയാണ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. മാരിനേഷൻ ചെയ്തെടുക്കാനായിട്ട് 1 സ്പൂൺ അളവില് കോൺഫ്ലോറും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരമുറി നാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ടും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മത്തിയിൽ ധാരാളം മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ടും. ഈ ഒരു രീതിയിൽ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ അധികം മസാലകൾ ചേർക്കാതെ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ടും. ഇപ്പോൾ മസാലകളെല്ലാം തന്നെയും ചാളയിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെക്കാം. നമുക്ക് ഈ റെസിപ്പിയിലേക്ക് ആവശ്യമായ ചേരുവകൾ കട്ട് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ മീൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് മസാല പുരട്ടിയിട്ട്. ഇനി ഉടൻ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു ചാള അധികം ഒന്നും മൊരിയിച്ചെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് എന്തൊരു മീൻ വെച്ചിട്ടും ഇതുപോലൊരു റെസിപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാ മീനും ഞാനിവിടെ നിരത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. ചാള ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധികം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ചെറുതായിട്ട് മാത്രം ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതിയാകും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ചാള നമ്മളിതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ചാള മുഴുവനും ഞാനിവിടെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫിഷ് മോളി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ഇനി ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചാള ഫ്രൈ ചെയ്തെടുത്ത അതേ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കോലം, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 5 ഏലക്ക, ഒരു 5 കറിയാമ്പൂ കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. മസാലകൾ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം. ഇത് ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർക്കാം. വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാകും. നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. സവാള കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. സവാള വഴറ്റുമ്പോൾ ഇതിന്റെ കളറൊന്നും മാറാതെ വേണം വഴറ്റിയെടുക്കാനായിട്ടും. സവാള വഴറ്റുന്നതിന്റെ കൂടെ തന്നെ എരിവിനാവശ്യമായ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർക്കണം. വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും പുട്ടിന്റെയും ബ്രെഡിന്റെയും ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ സൂപ്പറായിട്ടുള്ള നല്ലൊരു കറിയാണ്. ഈ സമയത്ത് നമുക്കൊരു 10ഓളം കാഷ്യൂസ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി അരച്ചെടുത്തിട്ട് വരാം. സവാള ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സവാള ഇതേ പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ നമുക്കിതിലേക്ക് അല്പം പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് ചതച്ചതാണ്. കുരുമുളക് പൊടിയുടെ കൂടെ തന്നെ 1 നുള്ള് വറുത്തു പൊടിച്ച ഉലുവയാണ്. ഇതെല്ലാം കൂട്ടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം.
ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട, നിങ്ങൾക്ക് വെളുത്ത കളറിലാണ് ആവശ്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ കാണിച്ച 10 കാഷ്യൂസ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ കാഷ്യൂ നല്ല പോലെ ലൂസാക്കിയാണ് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളമെല്ലാം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത്. രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷമായിരിക്കണം രണ്ടാമതും നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ രണ്ടാം പാല് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മീൻ വറുത്തെടുത്തിട്ടുള്ള അതേ പാനിലേക്കാണ് രണ്ടാം പാല് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒന്നുകൂടെ വെട്ടിത്തിളച്ച് പാകമായി കിട്ടണം. ഈ സമയത്ത് നമ്മുടെ ഗ്രേവിക്ക് ഉപ്പോ പുളിയോ ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇതുവരെയും പുളിയൊന്നും തന്നെ ചേർത്തിട്ടില്ല. തേങ്ങാപ്പാൽ ചേർക്കുന്ന കറികൾക്ക് ഇതുപോലെ തിളക്കുന്നത് വരെയും ഇളക്കി കൊടുക്കുവാണെങ്കിൽ കറി ഒരു തരി പോലും പിരിയാതെ തന്നെ നമുക്ക് കറികൾ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കറി ഇപ്പോൾ രണ്ടാം പാലും ചേർത്തിട്ട് നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ തിളച്ചൊന്ന് കുറുകി വരാനായിട്ട്, അതുപോലെ ഈ ഒരു സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് ഒന്ന് മൂടി വെച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയ പാകത്തിലേക്കായി വരണം. ഇനി നമുക്ക് ഈ തിളയ്ക്കുന്ന കറിയിലേക്ക് 1/2 മുറി നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞ് ചേർക്കണം. നാരങ്ങ നീരിനു പകരമായിട്ട് വിനാഗിരിയും ചേർക്കാവുന്നതാണ്. നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടി അടച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിക്ക് അത്യാവശ്യം ചാറോടുകൂടി തന്നെയാണ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഇത്രയും ചാറിൻ്റെ ആവശ്യമില്ല. കാരണം ഫിഷ് മോളി എന്ന് പറയുമ്പോൾ അധികം ചാറില്ലാതെ വളരെ കൊഴുപ്പേറിയ ഒരു ഗ്രേവിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ഓർഡറൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് കോൺഫ്ലോർ കുറച്ച് രണ്ടാം പാലിൽ കലക്കി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കോൺഫ്ലോർ ഒന്നും തന്നെ ചേർക്കുന്നില്ല, കാരണം നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കറിയുടെ ഗ്രേവി എല്ലാം നല്ല പോലെ കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 14 മത്തിയാണ് എടുത്തിട്ടുള്ളത്. 14 മത്തിയുടെ ഗ്രേവിയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളതും. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേ രീതിയിലൊന്ന് നിരത്തി കൊടുക്കാം. മീൻ ചേർത്തിട്ട് നല്ലപോലെ കറി തിളച്ച് തുടങ്ങിയിരിക്കുവാണ്. ഈ ഒരു സമയത്ത് ഗ്രേവിയുടെ ഉപ്പൊന്നും കൂടെ നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പോളം ഒന്നാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലൊക്കെ ചേർക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാൽ വേണം എടുക്കാനായിട്ടും. ഇനി കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മാത്രം മതിയാകും. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗാർണിഷ് കൂടെ ചേർക്കണം. ഗാർണിഷ് ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. എങ്കിലും നമ്മുടെ കറി ഒന്ന് കാണാനായിട്ടുള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ഈ കറിയുടെ ഗാർണിഷിനായിട്ട് കുറച്ച് കാഷ്യൂസും റേസിൻസും കറിവേപ്പില കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫിഷ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും ഇതേ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാനും പറ്റിയ ഈ ഒരു ഫിഷ് മോളി എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.